കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിൻ്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം ഖാൻ കരിക്കോട്. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു. കഞ്ചാവ് പല ചെറുപ്പക്കാരും ഉപയോഗിക്കുന്നതായിട്ടറിയാം. ഒറ്റ പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ടുപോലും ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നും അറിയാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഉപയോഗം തലച്ചോറിനെ ബാധിക്കുമോ? കഞ്ചാവ് ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോട്. കഞ്ചാവ് ഒറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ പോലും അത് വൈകാരിക ഭാവങ്ങളെയും തലച്ചോറിനെയും ബാധിക്കും. മാനസിക രോഗലക്ഷണം പോലെയും ചിലപ്പോൾ കാണിച്ചെന്നും വരാം. കൂടാതെ എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ കഴിയാതെയും പോകാം. ഒറ്റ പ്രാവശ്യത്തെ ഉപയോഗം പോലും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കാനിടയുണ്ട്. തലച്ചോറിലെ പ്രീഫോണ്ടൽ കോർട്ടക്സ്, അഗ്മദ്ദല, ഹിപ്പോകാമ്പസ് എന്നിവയെ ബാധിച്ചേക്കാം. കൂടുതലായി ഉപയോഗിക്കുന്നത് വഴി ശ്രദ്ധ, പഠനം, ഓർമ്മ, ഉണർന്നു പ്രവഹിക്കാനുള്ള കഴിവുകളും നഷ്ടപ്പെടും. കഞ്ചാവ് തുടർച്ചയായി വലിക്കുന്നതോടെ ബൗദ്ധികമായ കഴിവുകൾ നഷ്ടപ്പെടാം. ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുകയുണ്ടായി. അതിലെ ചില കാര്യങ്ങൾ കൂടി പറയാം. കഞ്ചാവിലെ പ്രധാന സൈക്കോ ആക്റ്റീവ് ഘടകം തലച്ചോറിലെ നരമ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. തന്മൂലം സന്തോഷവും ആനന്ദവും കൂടുതലായി ലഭിക്കും. പക്ഷേ ഏകാഗ്രത, ചിന്ത, സമയത്തെക്കുറിച്ചുള്ള ധാരണ, ആലോചിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ വരും. കൗമാരക്കാരിൽ കഞ്ചാവ് ഉപയോഗം വിഷാദ രോഗത്തിനും ആത്മഹത്യാ പ്രവണതയ്ക്കും കാരണമായേക്കാം. ക്രമരഹിതമായി ചിന്തിക്കും, സംസാരിക്കും, വലിയ സംഭ്രമത്തോടെ പെരുമാറിയെന്നും വരാം. ഹൃദയമിടിപ്പ് വർദ്ധിക്കാം. 15 മിനിറ്റിനുള്ളിൽ ആരംഭിച്ച് 3 മണിക്കൂർ വരെ നിൽക്കുന്ന ഇതിന്റെ എഫക്റ്റ് ഹൃദയാഘാതത്തിന് വരെ വഴിവെക്കാം. കഞ്ചാവ് വലിച്ച ശേഷം ഹൃദയാഘാതം വരാനുള്ള സാധ്യത 5 ഇരട്ടിയായി വർദ്ധിക്കുമെന്നാണ് ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. പതിവായി കഞ്ചാവ് ഉപയോഗിച്ചാൽ അസ്ഥിയുടെ ശക്തി കുറയും. അസ്ഥികൾ ഒടിയാനുള്ള സാധ്യതയുമുണ്ട്. കഞ്ചാവ് വലിക്കുന്നവരിൽ വിട്ടുമാറാത്ത ചുമ, ശ്വാസം മുട്ടൽ, കഫം, ബ്രോങ്കൈറ്റിസ് എന്നിവ ഉണ്ടാകും. ഇത് ഉപയോഗിക്കുന്നവരിൽ തലയിലോ കഴുത്തിലോ അർബുദം വരാനുള്ള സാധ്യത പുകവലിക്കാരല്ലാത്തവരെക്കാൾ 3 മടങ്ങ് കൂടുതലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. താൽക്കാലിക സന്തോഷത്തിനായി ഉപയോഗിച്ചു തുടങ്ങുന്ന കഞ്ചാവിന്റെ അടിമയായി കൗമാരക്കാർ മുതൽ മുതിർന്നവരും എത്തിച്ചേരുകയാണ്. നിങ്ങളിലെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കാനാണോ വിരസത ഒഴിവാക്കാനോ ആയിരിക്കാം ഇത് കഴിക്കുന്നത്. അത് ജീവിതം തന്നെ ഇല്ലാതാക്കിയേക്കാം. ഇത്തരം സ്വഭാവ രീതികളുള്ളവർ ഉടൻ തന്നെ അത് നിർത്തണമെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണുമല്ലോ. മദ്യവും ലഹരി മരുന്നുകളും ഒന്നും ഉപയോഗിക്കാത്ത ഒരു സമൂഹത്തിനായി നമുക്ക് എത്തിക്കാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.